അങ്ങനെ നമ്മളിതാ തായ് മസാജിന്റെ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ പേര് സുഗു തായ് മസാജ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് നോക്കാം. നമുക്ക് 1 hour ആണ് തായ് മസാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സമയം എത്താണ്ട് 7:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഇനി നമുക്ക് 1 hour മസാജ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഓൾറെഡി നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ തലവേദനയൊക്കെ മാറുമെന്ന് നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇതിട്ടോ. ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം മസാജ് ചെയ്ത് കഴിയുമ്പോൾ പൊതുവെ നമുക്ക് തലവേദനയൊക്കെ മാറുമല്ലോ. അതായത് നമുക്ക് ഹെയർ സ്പാ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ മസാജ് തന്നെ ഭയങ്കര സുഖം തരുന്ന മസാജ് ആയിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോണേ. ഇനി ഇവിടുത്തെ മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ മസാജ് സെന്ററിലേക്ക് പോവാണ്. മസാജ് സെന്ററിൽ കിട്ടിയപ്പോൾ നമുക്ക് നടുപ്പോഴത്തെ ഒരു ഡ്രസ്സൊക്കെ തന്നു. നമ്മളോട് മാറിയിട്ട് അങ്ങനെയൊക്കെ എടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ഡ്രസ്സൊക്കെ മാറിയെങ്കിൽ എന്തോ താഴെ മസാജ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടു. ഞങ്ങൾ 10-12 പേരിൻ്റെ അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഓരോരോ ബെഡിലേക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭയങ്കര സുഖമായിട്ടൊരു റിലാക്സിങ് തായ് മസാജ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മസിൽ കുടത്തിനെ പോലത്തെ ആയിരുന്നു. കാലും ഇതൊക്കെ മടക്കി പിന്നെ മസിൽ ഉടക്കുന്ന പോലത്തെ ഇതായിരുന്നു. എന്നാലും ചൂടിനിപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അത് വേദനയുടെ സഹായമായിരുന്നു. വേദനയുടെ തായ് മസാജ് ആയിരുന്നു. എങ്കിലും രസമുണ്ടായിരുന്നു. ഒരു മസാജ് ചെയ്തപ്പോ മസിലിനൊക്കെ ഒരു ഉടനെ നല്ല സുഖം തുടങ്ങും. അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു റിലാക്സ്ഡ് ആയ പോലത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഈ മസാജിന് പോകാത്ത ആൾക്കാരെ മൊത്തം കൊണ്ടിറക്കിയത് നമ്മുടെ ഈ ടെർമിനൽ വലിയൊരു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇഷ്ടമാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മാളിനേക്കാളും കൂടുതലായിട്ട് ഇതിന്റെ പുറത്ത് കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും കയറി ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ നൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റുന്നതൊന്ന് നോക്കാം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നല്ലൊരു കുഞ്ഞു കുറെ ഷോപ്സ് ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ റേറ്റ് ഒക്കെ കുറവാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാറ്. അപ്പൊ അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുമെന്ന് നമുക്കറിയില്ല. അതൊക്കെയാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. സോ അതായിരുന്നു നമ്മുടെ ടെർമിനൽ 21. അതിൽ വലിയ മാളോട്ടോ. എന്നാലും നമുക്ക് എയർപോർട്ട് പോലെ കേട്ടോ. ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ഒരു ടെർമിനൽ പോലെയാണ് അതിൽ ഓരോന്നിന്റെയും സ്ട്രക്ചറൊക്കെ ഇരിക്കുന്നത്. അപ്പൊ Strive for greatness.